എന്റെ അഭിപ്രായത്തിൽ മുഹമ്മദ് അച്ഛലിനെ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു ഈ മത്സരത്തിൽ. ഒരു ഗോൾ സ്കോറിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ഒരു പ്ലെയർ ആണ്. കറക്റ്റ് ബോക്സിൽ എങ്ങനെ ഉണ്ടാവണം, എങ്ങനെ ആ ബോൾ വലയിൽ എത്തിക്കണമെന്ന് വ്യക്തമായ ഒരു ധാരണ, ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ ഈസ്റ്റ് ബംഗാളിന്റെ യൂസഫ് എസ്ജാരിയിൽ അത് ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ് അച്ഛൽ. ആ ഒരു എനർജി ഉണ്ട് തീർച്ചയായിട്ടും. നമ്മളൊരു പ്രസ് ഒക്കെ ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ ആ പ്രസ് ലീഡ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ട്. ബർട്ടമൂന് നമുക്കറിയാം 33 വയസ്സായി. പുള്ളി ഒരുപാടൊന്ന് ഡീപ്പായിട്ട് ഡ്രോപ്പ് ഒക്കെ ചെയ്താണ് ഈ കളി കളിച്ച. ബോൾ പല സിറ്റുവേഷനുകളിലും പുള്ളി കളക്ട് ചെയ്യാൻ ഇറങ്ങി വരേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അത് നമ്മുടെ മിഡ്ഫീൽഡിന്റെ ഒക്കെ പിടിപ്പുകേടാണ്. എന്നിരുന്നാലും പുള്ളിയുടെ കൂടെ കളിക്കാൻ ആക്ച്വലി ഞാൻ പറയുന്ന ബർട്ടമൂനെ പുറത്തിരുത്തണമെന്നല്ല, എനിക്ക് കാണാൻ ആഗ്രഹം നമ്മൾ ആക്ച്വലി ഒരു 4-4-2 ഇല്ലേ, ആ ഒരു ഫോർമേഷനിലേക്ക് നമ്മൾ തിരിച്ചു പോയാലോ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കാരണം ഒരു 2-man സ്ട്രൈക്ക് പാർട്ട്ണർഷിപ്പ് പണ്ട് നമ്മുടെ ക്ലബ്ബിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആണെന്ന് നമ്മൾ എല്ലാവരും മറന്നു പോകരുത്. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് ഫുട്ബോൾ നമ്മൾ കളിച്ചിരുന്നത് ആ ഒരു ഇതിലാണ്, ഒരു 2-man സ്ട്രൈക്ക് പാർട്ട്ണർഷിപ്പ് ഉള്ളപ്പോഴാണ്. അത് ഈ ബർട്ടമും അച്ഛലും കൂടെ കളിച്ചാൽ എങ്ങനെയിരിക്കും? ഈ ഒരു മത്സരത്തിൽ അച്ഛൽ ഇറങ്ങിയതിന് ശേഷം ഇവർ രണ്ടുപേരും പിച്ചിലുണ്ടായിരുന്നു. ബർട്ടമൂന് കുറച്ചൊന്ന് ഡീപ്പായിട്ട് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അച്ഛൽ എന്നാലും അവിടെ ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ബർട്ടമൂന് പാസുകൾ കളിക്കാം. അങ്ങനെ ഡിഫൻഡേഴ്സിനെ ട്രാക്ക് ചെയ്ത് അച്ഛലിന് സ്പേസ് ഉണ്ടാക്കാം. അപ്പം അടുത്ത മത്സരത്തിൽ ഈ അച്ഛലിനെയും ബർട്ടമൂനെയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അച്ഛല് തീർച്ചയായിട്ടും സീനിയർ ലെവലിൽ ഒരു സ്റ്റാർട്ട് അർഹിക്കുന്ന പ്ലെയർ ആണ്. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ്? സൂപ്പർ ലീഗ് കേരളയില് ബെസ്റ്റ് പ്ലെയർ ആയി, സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് പോയി ഗോളുകൾ അടിച്ചു. ഒരു യങ് പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരണം എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ പുള്ളി? ഇങ്ങനെ ഒരു സീസണിൽ എസ്പെഷ്യലി നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഈ ഒരു സീസണിന്റെ ഒടുവിൽ എനിക്ക് തോന്നുന്ന കോൺട്രാക്ട് അവസാനിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ടാലന്റിനെ യൂസ് ചെയ്തില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബ്ബ് 100% നൈസായിട്ട് തൂക്കി അവിടെ കൊണ്ടുപോയി കളിപ്പിക്കുക എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം കേരളത്തിൽ നിന്ന് അങ്ങനെ പോയ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ അച്ഛലിനെ വാല്യൂ ചെയ്യുന്ന ഒരു ക്ലബ്ബ് 100%, ഒന്നിൽ കൂടുതലോ ക്ലബ്ബുകൾ ഈ ലീഗിൽ ഇപ്പോഴും ഉണ്ടാവും. എല്ലാവരും ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ടാവും. നമ്മൾ അത് വിട്ടുകൊടുക്കരുത്. നമ്മളിവിടെ കളിപ്പിച്ച് ബർട്ടമൂനെ പോലത്തെ ഒരു സ്ട്രൈക്കറിന്റെ കൂടെ കളിപ്പിച്ച്, ഒരു സീനിയർ സ്ട്രൈക്കർ ആണല്ലോ, എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അച്ഛലിന് ഇങ്ങനെ ഒരു 2-man പാർട്ണർഷിപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാലിക്കറ്റ് FC-യിൽ 2 സീനിയർ സ്ട്രൈക്കേഴ്സ് ഫോറിനേഴ്സ് ഉണ്ടായിട്ടും ആ അറ്റാക്കിംഗ് ലൈനപ്പിനെ ലീഡ് ചെയ്ത് ആ കോച്ച് കൊടുത്ത ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ ആ ലൈനപ്പിനെ ലീഡ് ചെയ്ത് ഗോളുകൾ അടിച്ച് ആ ടീമിനെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തൊരു പ്ലെയർ ആണ് അച്ഛല്. എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് എന്ന് വെച്ചാൽ ബർട്ടമും അച്ഛലും ഒരുമിച്ച് കളിക്കണം എന്നുള്ളതാണ്.